എന്താ ചേച്ചി കാണിക്കണല്ലേ? എന്താ അതിന് കളിക്കാനാ ഇഷ്ടം. ഈ കൂടെ കളിക്കണം. നിലത്ത് കുട്ടിക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്ക്. നീ എടുക്കാറായിട്ടില്ല. അത് കുഞ്ഞു ബേബിയാണ്. നീ വലിയ ബേബി ആയിട്ടില്ല. നീയും കുഞ്ഞു ബേബിയാണ്. അവള് പന്ത് കളിക്കണ നോക്ക്. നീ ഒന്ന് നിന്നോക്ക് എത്ര വലിപ്പുണ്ട്. എന്റെ കുട്ടിക്ക് സംശയമാണ് എന്താണ് കുട്ടി എടുക്കാൻ സമ്മതിക്കാത്തതെന്നൊക്കെ. ഓള് കളിച്ചോട്ടെ. ഓള് ഇഷ്ടമുള്ള ഓർത്ത് പൊക്കോട്ടെ. എന്റെ ദൈവമേ, ആ എണീറ്റ് നിർത്താൻ പേടിയായി എനിക്ക്. ആ സർക്കസ് കാണിക്കണ്ട മോളെ. ഈ പന്തൊന്ന് കൊടുത്തു നോക്ക്. കുട്ടി ഇടിക്കൊന്നുമില്ല. കൺമണിക്കുട്ടി കുറച്ച് സർക്കസ് ഒക്കെ ഉണ്ടല്ലേ. പേടിയാണ് വീഴോന്ന്. എന്താണ് അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റാത്? കുട്ടി വലുതാവും കുറച്ച് കഴിഞ്ഞ. അപ്പം ഓക്കെ ആവും. അപ്പൊ സംസാരിക്കും. ആ നന്ദ ചേച്ചി എന്ന് പറഞ്ഞിട്ട് പിന്നാലെ വരും. നന്ദ ചേച്ചി ഒരു ഡാൻസ് പഠിപ്പിച്ചു തരുമായിരിക്കും. നന്ദ ചേച്ചി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും, നന്ദ ചേച്ചി ഒരു കുരുത്തക്കേട് പഠിപ്പിച്ചു തരുമോ ചോദിക്കും. പിന്നെന്താ ചോദിക്കുക അറിയോ? നന്ദ ചേച്ചി ഒരു ഉടായ്പ കാണിച്ചു തരുമോ ചോദിക്കും. പിന്നെന്താ ചോദിക്കുക അറിയോ? നന്ദ ചേച്ചി ഒരു സർപ്രൈസ് തരുമോ ചോദിക്കും. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നാലെ നടക്കും. പിന്നെന്താ ചോദിക്കുക അറിയോ? നന്ദ ചേച്ചി എങ്ങനെ ഇങ്ങനെ പറഞ്ഞനുസരിക്കാതെ ജീവിക്കാൻ പറ്റുക ചോദിക്കും. നന്ദ ചേച്ചി എങ്ങനെ ഈ ഫുഡ് കഴിക്കാതെ ജീവിക്കാൻ പറ്റുക ചോദിക്കും. ഇതൊക്കെ എന്നോടാ ചോദിക്കുക. കാരണം ഇതൊക്കെ എക്സ്പേർട്ട് ചെയ്യല്ലേ. പിന്നെ എന്റെ ആ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കും, ആ മൂട് കുലിക്ക് ഡാൻസ് ഒന്ന് കാണിച്ചു തരുമോ ചോദിക്കും. അപ്പൊ എന്താ കാണിക്കുക? മതി 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 മതി. ഇതൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ കുട്ടീനെ. എവിടെ അത് പ്രേതാണോ? വണ്ടീനെ ഫോട്ടോ എടുക്കാൻ ആർക്കൊക്കെയാ കൊടുക്കും എല്ലാവർക്കും. ഇത് ആർക്കൊക്കെയാ? ഒന്നെനിക്ക് നന്ദയ്ക്ക് അറിയോന് എന്തായിരുന്നു ആർക്കൊക്കെയാ പറ. അക്കൊക്കെ ഒഴിവാക്കി ചെയ്യും. അക്കൊക്കെ എന്തുണ്ടായത് ഇതിലിട്ടോ വീഴും. ഇതിലിട്ടോ അതോ കുറെ പോക്കറ്റ് ഉണ്ട്. ഇതിലിട്ടോ 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 ജിഷ്ണുവായിട്ട് വരും. ഞാനിട്ടരാ
അതാ ജിഷ്ണുമാ വിട്ടു ഇങ്ങോട്ട് വാ ഈ സാധനമൊക്കെ പാട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് അളിയനോട് പറ. അളിയനോടാണ് ചെല്ലു ചെല്ലു അളിയനോട് സ്വന്തമായിട്ട് വാങ്ങിച്ചാൽ സുഖം കിട്ടും. കുത്താക്ക് മില്ലേന സോറി ആലും 20 രൂപേന്റെ സാധനം 20 രൂപയ്ക്ക് ഞാനൊരു പട്ടം കിട്ടുന്നുണ്ടായി കൊടുക്കാം. അക്കു പട്ടം വാങ്ങിച്ചാ ആണോ? ഉണ്ടെന്നുണ്ടെങ്കിൽ 4 കൂടി പട്ടം വാങ്ങിയിരിക്കട്ടെ, ന്യൂസ് പേപ്പർ കൊണ്ട് കെട്ട് കൊണ്ടുപിടിക്കട്ടെ, ഒരു കുറ്റിച്ചൂല് ഒരുക്കുക, ഇരുന്നുണ്ടാക്കുക. സത്യല്ലേ? ഒരു കുറ്റിച്ചൂല്, ന്യൂസ് പേപ്പർ, നാട്ടിൽ നമ്മൾ വെറുതെ ഉണ്ടാക്കണ സാധനം, കുറച്ച് ഈർക്കളിയും പേപ്പറും. എന്താ വെച്ചാല് അതിനും കൂടി പൈസ കൊടുക്കേണ്ടി വരും അല്ലേ? ഇതിപ്പോ ഭർത്താൻ പറ്റുമോ? ഇതിപ്പോ ഭർത്താൻ ഇന്നുകൂടി ചോദിക്കണേ, അക്കോ 20 റുപ്യ ലാഭിച്ചോണക്ക് ഞാൻ ഉണ്ടാക്കി തരാം, ന്യൂസ് പേപ്പറും ഈർക്കളിന്റെ ചെലവ്. എനിക്കിത് വലുത് മര്യാദക്ക് പറക്കുന്നില്ല. എന്റെ വിളിച്ചു കൊടുക്കാനാ ചെറുത് വാങ്ങിച്ചോടാ. പൊട്ടിപ്പോവും. നാളെ ന്യൂസ് പേപ്പർ ഉണ്ടോ അവിടെ? കൊറേ നേരമായല്ലോ ജോയി തുടങ്ങിയിട്ട്. ന്യൂസ് പേപ്പർ ഉണ്ടോ? അല്ല, ഉണ്ടാക്കാൻ സുഖമല്ലോ. നമ്മളവിടെ ന്യൂസ് പേപ്പർ ഉണ്ടോ? ന്യൂസ് പേപ്പർ ഇല്ലാതെ അവിടെ ഒരു A4 കെട്ടും വാങ്ങിച്ചോണ്ടിരിക്കട്ടെ. 20 ഇല്ല, 10 മതി, എന്നാലും ഞാൻ രക്ഷപ്പെടും. ഒരു പാത്രം സ്പോൺസേഴ്സ് റെഡി. നാട്ടിൽ നിന്ന് 30 കിലോന്റെ പെട്ടിയിൽ ഞാൻ മൊത്തം ന്യൂസ് പേപ്പർ നിങ്ങൾ അങ്ങോട്ടാ? ആരൊക്കെ വണ്ടിയിൽ ഈ ആര് വണ്ടിയിലാ വരുന്നത്? ഞങ്ങളെ വണ്ടിയിലാണ് വന്നേ. ഞങ്ങള് വേറെ വഴിക്ക് പോകും. പോയിക്കോ. അമ്മേനെ വേണ്ട, അമ്മേനെ വേണ്ട. അമ്മേന്റെ ഓർമ്മ തിരിഞ്ഞു കൂടി നോക്കണല്ലോ. നന്ദ അമ്മേനെ വേണ്ട. അയ്യോ വേണ്ടാന്ന് താത്താ, അമ്മേനെ വേണ്ട. ഒരു തന്തന്റെ മോളെന്നാ. 3 താറാ.